അങ്ങനെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ദാക്യോങ്ങിനെയൊക്കെ ആണെങ്കിൽ ലിത്തയോ വിളിക്കും. പക്ഷെ ദാക്യോങ് എന്ത് ചെയ്തോ എടുക്കില്ല കേട്ടോ. അപ്പോൾ ആ ഒരു അമ്മായപ്പൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, നീ വിചാരിച്ച പോലെ ഒന്നുമല്ല പ്ലാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല, അതൊക്കെ ശരിയാണ്, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ മരുമോനല്ലേ രക്ഷിക്കാൻ നോക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അയാളിങ്ങനെ പറയുന്നുണ്ടാകും, എനിക്ക് എൻ്റെ മരുമകൻ്റെ ഭാവിനെ കുറിച്ച് ഒരു ചിന്തയില്ല, പക്ഷെ എൻ്റെ മകളുടെ ഭാവിയാണ് എനിക്ക് വലുതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, എന്നിരുന്നാലും നിങ്ങളുടെ മകൾക്ക് ഡിവോഴ്സ് ചെയ്യാം, പക്ഷെ നിങ്ങളുടെ പേരക്കൊച്ചിന് ഒരച്ഛനില്ലാതെ ആവില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. ചെയർമാൻ ഇങ്ങനെ പറയും, നീയും അതിലൊരു സസ്പെക്റ്റ് ആണ്, അത് ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും, അതൊക്കെ എനിക്കറിയാം, എന്നിരുന്നാലും നീ നിങ്ങളുടെ ആ ഒരു മരുമോനെ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലിത്തിയാണ്. ലിത്തിയോ ഇങ്ങനെ ആലോചിക്കും, ആ ഒരു സുൻമോനെ വിളിക്കണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവൻ വിളിക്കണ്ടെന്ന് ഓർക്കും. അപ്പോൾ പോലീസുകാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, ശരിക്കും അന്നത്തെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്ന കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ മിണ്ടാതിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഹെൻസും ഉണ്ടാകും. ആ ഒരു സമയത്ത് തന്നെ അങ്ങടേക്ക് സുൻമു വരുമ്പോൾ ഇവനാണെങ്കിൽ വല്ലാതെ അങ്ങ് ഷോക്കായി പോകും. അപ്പോൾ പോലീസുകാരിങ്ങനെ പറയുന്നുണ്ടാകും, ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ഞാനിപ്പോൾ വന്നത് അതിനൊന്നുമല്ല, ഞാൻ ഇദ്ദേഹത്തിനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയിട്ട് വന്നാന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ ഇരിക്കും. എന്നിട്ട് അവളിങ്ങനെ പറയുന്നുണ്ടാകും, അന്ന് രാത്രി എനിക്ക് മരിക്കുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു പാർക്കിംഗ് ഏരിയയിലായിരുന്നു, ഒരുമിച്ചിരുന്ന് സംസാരിക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ആ ഒരു പോലീസുകാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, അതിന് വല്ല തെളിവുണ്ടോ, തെളിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, അവൻ്റെ മോതിരം എൻ്റെ കാറിൽ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞ് അവൻ്റെ മോതിരം കൊടുക്കും കേട്ടോ. അപ്പോൾ ഹെൻസോൻ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ഷോക്കായി പോകും. അവളിങ്ങനെ പറ്റിക്കണേന്ന് ഓർക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഡാക്യോങ്ങിനെയാണെങ്കിൽ പോലീസ് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ സത്യം മാത്രം പറയണം, ആ ഒരു റിങ് എപ്പോൾ തൊട്ടാണ് മിസ്സിങ് എന്ന് ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, അന്ന് രാത്രി തൊട്ടാണ് മിസ്സിങ് എന്ന് പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ ലിത്തിയോനെ ആണെങ്കിൽ ആ ഒരു കേസിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവൻ കാത്തിക്കണായിരിക്കും കേട്ടോ നമ്മുടെ സുൻമോനെ. അപ്പോൾ സുൻമു വരുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, എനിക്ക് നിന്നോട് സംസാരിക്കണം, നീ എന്തിനാ എന്നെ രക്ഷിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ യങ്ജുനിൻ്റെ അച്ഛനായതുകൊണ്ടാണ് ഞാൻ എന്നെ രക്ഷിച്ചത്, അത് മാത്രമല്ല നീ എന്നെയും യങ്ജുനെയും ഉപേക്ഷിച്ചിട്ട് നിനക്ക് ഇങ്ങനെ ഒരു വില തരാത്തൊരു ഫാമിലിയിലേക്കല്ലേ നീ പോയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്നങ്ങ് പോകുമ്പോൾ അവനിക്ക് വല്ലാത്തൊരു അടി കിട്ടിയ പോലെയാകും കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ദാക്യോങ് നോക്കി നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ദാക്യോങ് ഇങ്ങനെ പറയും, നീയല്ലേ പറഞ്ഞത് തെളിയിക്കാന്നുള്ള കാര്യം, അത് തെളിയിക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ഞാനിനി നിന്നെ അങ്ങനെ വിളിക്കില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയും, അതെന്താ വിളിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് എനിക്ക് ആ ഒരു ജാമ്യം നിൽക്കാൻ വേണ്ടിയിട്ട് ആരും വന്നില്ല, സുൻവോ മാത്രമേ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയും, സുൻവോ എന്തിനാ വന്നത്, അവക്കെന്താ നിന്നെ എപ്പോഴും ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, അതുകൊണ്ടൊന്നുമല്ല, ഞാൻ യങ്ജുനിൻ്റെ അച്ഛനാണ്, അതുകൊണ്ട് അവൾ വന്നതെന്നും പറഞ്ഞ് ആ ഒരു കട്ടക്കലിപ്പിൽ അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ അവൾക്ക് എന്തോ പോലെ ആയി പോകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവനെ സഹായിക്കായിരുന്നു എന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടാകും. ഇവനിക്കും വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടാകും ഇവരെ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ. അങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ സുൻവോ ആണെങ്കിൽ യങ്ജുനിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ അവന് ഇഷ്ടപ്പെട്ട ആ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ അവളിങ്ങനെ പറയും, ഞാൻ ടോസ്റ്റ് ചെയ്ത് തന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് അതൊന്നും വേണ്ടാന്നും പറഞ്ഞ് അവനാണെങ്കിൽ ആ ഒരു പാലം കണ്ണു കുടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവും കേട്ടോ. അവനിക്ക് എന്തോ ദേഷ്യമുള്ളതുപോലെ തന്നെ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ദാക്യോങ്ങിനാണെങ്കിൽ പോലീസിനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറയും, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്കൊരു തെറ്റിദ്ധാരണ പറ്റിയതാണ്, ശരിക്കും പറഞ്ഞാൽ അവൻ നല്ല കൊന്നത്, ആ ഒരു ഇങ്കു സ്വന്തം സൂയിസൈഡ് ചെയ്താന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഷോക്കായിട്ട് പോകട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അവളെ കൂടുതൽ മൈൻഡ് ചെയ്യാണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും. അവൾക്കത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഹെൻസോ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവനെ നോക്കി നിൽക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ സുൻവോ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞതല്ല ഞാൻ ചെയ്തോളാം എന്നുള്ള കാര്യം, നീ എന്തിനാ പിന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങൾ വെറുതെ എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ടാകും, ഞാനിതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇതിലും എളുപ്പമായിട്ട് കാര്യം കഴിഞ്ഞേനെന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയും, എനിക്കെന്തായാലും ആ ഒരു ശല്യം പോയി കിട്ടി, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലല്ല, നിങ്ങൾ ഇനി എന്ത് ചെയ്യും, ഞാൻ ആ ഒരു എങ്കിനോടൊരു സഹതാപം വച്ചുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അവസാനം ഇങ്ങനെയൊക്കെ പറ്റിയത്, നിങ്ങളും ആ ഒരു സഹതാപം വച്ചുകൊണ്ടിരുന്നോ, ഇന്നലെ ഞാൻ നിങ്ങളുടെ കണ്ണിൽ കണ്ടത് ആ ഒരു സഹതാപമായിരുന്നു, നിങ്ങൾ എന്തായാലും നോക്കി നിന്നോ, എൻ്റെ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുതെന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ഡോക്ടർ കിം ഇങ്ങനെ പറയുന്നുണ്ടാകും, അപ്പോൾ ആ ഒരു തലവേദന അങ്ങ് മാറി കിട്ടിയില്ലെന്ന് പറയുമ്പോൾ അവൾ പറയും, അതൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കൂട്ടോ. അപ്പോൾ ഒരു ഡോക്ടർ കിം പറയുന്നുണ്ടാകും, നീ ആ ഒരു ചെയർമാനെ സൂക്ഷിച്ച് നിന്നോളണം, ആളത്ര ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ലിത്തേവനും അതുപോലെ തന്നെ ആ ഒരു ചെയർമാനെയാണ്. അപ്പോൾ ചെയർമാൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, നീ ആ ഒരു സുൻമോടെ
സുനുവോടെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ മാക്സിമം അവളിവിടെ നിന്ന് ഓടിക്കാൻ നോക്കിയിട്ട് അവൾ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ അവളിവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ ഓർത്തു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, നമുക്കെന്നാൽ രാത്രി ഡിന്നർ കഴിക്കാന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, സോറി എനിക്ക് സമയമില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ, പുള്ളിക്ക് വലിയ വില കൊടുക്കാത്ത. അപ്പോൾ ഇയാളാണെങ്കിലും മുന്നത്തെ കാര്യം ഇങ്ങനെ ആലോചിക്കും. ശരിക്കും പറഞ്ഞാൽ CCTV ഫുട്ടേജിൽ ഇവൻ കയറുന്ന സമയം ഇങ്ക് താഴെ വീഴുന്ന സമയം ഒരുപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവനല്ല ചെയ്തെന്നുള്ള കാര്യമാണ് അതിൽ കാണിക്കുന്നത്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യങ്ജുവിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അവൻ്റെ അമ്മയും മറ്റേ ചെറുക്കനും ലൈൻ ഇറന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഇവനിക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല. ഇവനെ അടുത്തോട്ട് വന്നിട്ട് പറയും, ഒച്ചക്ക് പറയടാ ഞാൻ കേൾക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, പിന്നെ എന്താ ഞങ്ങൾ പറഞ്ഞത് സത്യമല്ലേ, നിൻ്റെ അമ്മയുടെ ലൈനല്ലായിരുന്നു അതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, അല്ലെങ്കിൽ നിൻ്റെ അമ്മേനെ കഴിഞ്ഞിട്ടുള്ളൂ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഓരോന്നും കുറ്റം പറയാനൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാകുമ്പോൾ തന്നെ ടീച്ചർ അങ്ങോട്ട് വന്നിട്ട് അതൊക്കെ സോൾവ് ആക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവനങ്ങനെ രാത്രി ട്യൂഷനൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ സുൻമു ചോദിക്കും, നീ എന്താ പോകാണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, അതെന്താ എനിക്കൊരു ദിവസം പോകാൻ പാടില്ലെന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഇവളുടെ ആ ഒരു കൂട്ടുകാരിനെ കാണുമ്പോൾ ആ ഒരു കൂട്ടുകാരി എടുത്ത് അവളുടെ അമ്മ ഇങ്ങനെ പറയും, നീ എന്നാൽ വീട്ടിലോട്ട് പൊക്കോളാൻ പറയുമ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ഇവൾ അങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് പറയും, നീ വീട്ടിലേക്ക് പോകണേണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് ആക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇവളെ ആണെങ്കിൽ ഇവൾ കൊണ്ടുവന്ന് ആക്കും കേട്ടോ. എന്നിട്ട് സുൻവു ഇങ്ങനെ പറയുന്നുണ്ടാകും, നീ നിൻ്റെ അമ്മേനോട് എത്ര സ്നേഹത്തോടെ നിൽക്കുന്നത്, പക്ഷേ യങ്ജുൻ എന്നോട് ഒട്ടും സ്നേഹത്തോടല്ല, അവനെപ്പോഴും ഇങ്ങനെ കടിച്ചു കയറാൻ വന്നോലെയാണ്, ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, മലയിലെ ചെക്കന്മാരുടെ സ്വഭാവം അറിയാലോ, അവരിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ അവൾ എന്താന്ന് നോക്കുമ്പോൾ അവ കൊച്ചു കാര്യം പറയും കേട്ടോ, ആ ഒരു റിലേഷനിൽ ഉണ്ടാകുന്നുള്ള കാര്യം അവൻ്റെ കൂട്ടുകാരിങ്ങനെ പറഞ്ഞു നടക്കണേന്നൊക്കെ പറയും. ആ ഒരു സമയത്ത് തന്നെ ഇവളാണെങ്കിൽ പിറ്റേന്ന് ആ ഒരു കൊച്ചിൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. ആ ഒരു അമ്മയാണെങ്കിൽ അസോസിയേഷനിലേക്ക് ഉള്ളതായിരിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ ചെന്ന് പറയുന്നുണ്ടാകും, നിൻ്റെ കെട്ടുവിനെ വലിയ പൊളിറ്റിക്സ് ഒക്കെ ഉള്ള ആളല്ലേ, ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കെട്ടുവിനെയും നിന്നെയും നിൻ്റെ ഫാമിലിൻ്റെ മൊത്തത്തിൽ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റും, അത് വേണ്ടാന്നുണ്ടെങ്കിൽ വെറുതെ കാര്യമില്ലാത്ത കാര്യം പറയാൻ നിൽക്കരുതെന്ന് ഇങ്ങനെ പറയട്ടോ, നീ എപ്പോഴെങ്കിലും ഞാൻ ആ ചെറുക്കൻ്റെ ഒപ്പം റിലേഷനിലുള്ളത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ ആണെങ്കിൽ ഒരു വാർണിംഗ് കൊടുത്തിട്ട് അവളോട് നിന്ന് ഇറങ്ങുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദാക്യോങ് നോക്കുമ്പോൾ അവൻ റിങ് ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവൻ്റെ അടുത്ത് റിങ് ഇടാൻ പറയുമ്പോൾ അവൻ ഭയങ്കര മുഖം വീർപ്പിച്ചിട്ട് തന്നെ ആ റിങ് കിട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യങ്ജുനാണെങ്കിൽ അമ്മയടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, അമ്മ എന്തിനാ അവൻ്റെ അമ്മയടുത്ത് ചെന്ന് ചോദിക്കാൻ പോയതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അമ്മ പറയും, നമ്മളത് ഇലയിൽ നുള്ളുണ്ടേ, ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞെടുക്കുന്നത്, അതിന് ഞാൻ താക്കീത് കൊടുത്താന്നൊക്കെ പറയുമ്പോൾ അവനൊട്ടും ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ടാകും. എന്നിട്ട് നമ്മുടെ ദാക്യോങ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഇവനാണെങ്കിൽ യങ്ജുനെ വിളിച്ചിട്ട് പറയും, ആ മോനെ നീ ഇപ്പോൾ എവിടെ, ആ ഞാൻ ദേ ഈ വർക്ക് കഴിഞ്ഞ് വന്നോളൂ എന്നൊക്കെ നല്ല രീതിക്ക് സംസാരിക്കുമ്പോൾ ദാക്യോങ്ങിന് വല്ലാത്തൊരു സങ്കടമാകും കേട്ടോ. അങ്ങനെ ദാക്യോങ് ആണെങ്കിൽ യങ്ജുനെ മീറ്റ് ചെയ്ത് അവരങ്ങനെ ഡ്രിങ്ക്സ് കുടിക്കും. അപ്പോൾ കുടിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, എനിക്കറിയാം നിൻ്റെ അമ്മ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, എൻ്റെ അമ്മേനെ പറ്റി നിങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ അവൾ പറയും, എനിക്കത് മനസ്സിലാകും, ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഒരു പക്ഷേ ഞാനായിരുന്നെങ്കിൽ ഈ ഗോസാൻ വിട്ട് വേറെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിച്ചേനെ, പക്ഷെ നിൻ്റെ അമ്മ പോകുന്നില്ല, കാരണം നീ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ സഹിച്ച് നിൽക്കണേന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടാകും, ഞാനെന്നൊരു കാര്യം പറയാം, നിനക്ക് വേണമെങ്കിൽ നിൻ്റെ അച്ഛനടുത്ത് വന്ന് നിന്നോ, അതാക്കുമ്പോൾ നിൻ്റെ അമ്മയ്ക്ക് നല്ല രീതിക്ക് ജീവിക്കാലോ എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, എന്താ നിങ്ങൾ പറയുന്നത്, ഞാൻ എൻ്റെ അമ്മേനെ ഉപയോഗിച്ചിട്ട് അച്ഛനടുത്തേക്ക് വന്നോന്നാണോ എന്ന് പറയുമ്പോൾ അവൾ പറയും, അങ്ങനെയൊന്നുമല്ല, പക്ഷെ അമ്മയുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം, അമ്മ ഒരു ഡോക്ടറല്ലേ, അമ്മക്ക് എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടാകും, നീ കാരണം അമ്മ ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ അനുഭവിക്കണേന്നൊക്കെ പറയും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഏറിമിനെയാണ്. ഏറിമിൻ്റെ വീട്ടിലാണെങ്കിൽ ആ ഒരു ഹസ്ബൻഡിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും, നിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറയുമ്പോൾ അവനാണെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുമ്പോൾ എന്താ ഈ വീടൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കണമായിരിക്കും കേട്ടോ. അപ്പോൾ അവളോട് ചോദിക്കും, എടി നിനക്ക് എന്താ ഡിപ്രഷൻ ഉണ്ടോ, നമുക്ക് ആ ഒരു ഡോക്ടർ കിമ്മിനെ കാണണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്കൊന്നും കാണണ്ടെന്നും പറഞ്ഞ് അവളാണെങ്കിൽ പുറത്തോട്ട് വരുന്നുണ്ടാകും. അങ്ങനെ പുറത്തോട്ട് വന്നിട്ട് അവർ രണ്ടുപേരും സുൻവോയും അതുപോലെ തന്നെ ഏറിമും സംസാരിക്കണമായിരിക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവൾക്കാണെങ്കിൽ ആ ഒരു ലിത്തയോ വിളിച്ചിട്ട് പറയും വീട്ടിലേക്ക് വരാൻ പറയുമ്പോൾ ഇവള് നേരെ വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഏറിമ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ വീടൊക്കെ ആകെ ക്ലീൻ ആക്കിയിട്ടുണ്ടാകും. അങ്ങനെ റൂമിലേക്ക് വരുമ്പോൾ എന്താ അവനാണെങ്കിൽ കുളിച്ചിറങ്ങണായിരിക്കും കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കും, നീ ഇതിനിപ്പോൾ ഇവിടെ കുളിച്ചേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാനിവിടെ ആകെ പണിയെടുത്ത് ആകെ ക്ഷീണിച്ച് പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവു അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ ആ ഒരു ലിത്തയും അവിടെ ഉണ്ടാകും. അത് മാത്രമല്ല യങ്ജുനാണെങ്കിൽ അവൻ്റെ പെട്ടിയും കിടക്കൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയും, യങ്ജുനെ ഇങ്ങനെ കൊണ്ടുപോകണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, യങ്ജുനാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, അവൻ എൻ്റെ കൂടെ താമസിക്കണമെന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ തന്നെ യങ്ജുൻ പറയും, ഞാൻ
പോവാണെന്നും പറഞ്ഞ് ആ ഒരു പെട്ടിയൊക്കെ എടുത്തിട്ട് അങ്ങ് പോകുമ്പോൾ ഈ ഒരു അമ്മേനെ മൈൻഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നീ പേടിക്കൊന്നും വേണ്ട, 2-3 ദിവസം നിന്ന് കഴിയുമ്പോൾ ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവന്ന് ആക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് എറിമിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്താ ഇവരാണെങ്കിൽ ആ ഒരു യങ്ജുനാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണുന്നുണ്ടാകും. അപ്പോൾ ഇവള് പറയും, യങ്ജുൻ നമുക്കൊന്ന് സംസാരിക്കാന്ന് പറയുന്നുണ്ടെങ്കിലും യങ്ജുൻ അമ്മേനെ മൈൻഡ് കൂടെ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാകും. അങ്ങനെ യങ്ജുനെ കൊണ്ട് അവൻ വീട്ടിലേക്ക് വരുമ്പോൾ ദാക്യോങ് അവരെ സ്വീകരിക്കുന്നുണ്ടാകും. അപ്പോൾ അവനിങ്ങനെ പറയും, ഒരുപാട് നന്ദിയുണ്ട് നീ എന്നെ മനസ്സിലാക്കിയതിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരങ്ങനെ കയറുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ യങ്ജുനാണെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കാതെ പോകുമ്പോൾ അച്ഛനിങ്ങനെ പറയുന്നുണ്ടാകും, നിനക്ക് വിശക്കില്ലേടാന്ന് പറയുമ്പോൾ അവൻ പറയും, ഇല്ല ഞാൻ എന്തായാലും ലേറ്റ് ആയെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കണമായിരിക്കും കേട്ടോ. അപ്പം തന്നെ അമ്മ വിളിക്കുമ്പോൾ ഇവനാണെങ്കിൽ കോൾ എടുക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കും, മോൻ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ആ കഴിച്ചെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, എന്തായാലും നീ ഫ്രീ ആകുമ്പോൾ വിളിക്കട്ടെ അമ്മേനെ, അമ്മ ഒരുപാട് മിസ് ചെയ്തു നിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഡോക്ടർ കിമ്മിനോടാണെങ്കിൽ മറ്റേ കൂട്ടുകാർ ഇങ്ങനെ പറയുന്നുണ്ടാകും, ഡോക്ടർ കിമ്മെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചോ, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ചീഫിനെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ അവൻ കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്താ സുൻവ അങ്ങോട്ട് പോകുന്ന കാണും. എന്നിട്ട് സുൻവ എടുത്ത് വയ്ക്കും, ഇന്ന് നമുക്ക് ഒരു സിനിമക്ക് പോയാലെന്ന് വയ്ക്കുമ്പോൾ അവൾ പറയും, എനിക്കിന്ന് മൂടില്ല, നമുക്ക് പിന്നെ പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവും. അപ്പോൾ ഡോക്ടർ കിമ്മിനാണെങ്കിൽ അവളോട് ഇപ്പോഴും താല്പര്യമൊക്കെ ഉണ്ട്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലിത്തയോ ആണെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നിൽക്കണമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കൂട്ടുകാരൻ പറയുന്നത് നമ്മുടെ യങ്ജൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനായിരിക്കും. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ പുതിയ ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട്, ബുക്കൊക്കെ ഇറക്കിയിട്ടുണ്ട്, നീ എനിക്ക് സ്പോൺസറായിട്ട് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, ഞാൻ ആലോചിക്കട്ടെ എന്നിട്ട് പറയാമെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, നിനക്ക് നിൻ്റെ അമ്മായിപ്പൻ്റെ സമ്മതം വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ നിൻ്റെ ഒരു കൂട്ടുകാരനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം പറയാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് കൊച്ചുങ്ങളടുത്തൊക്കെ പറഞ്ഞ് വെറുതെ അത് മോശമാക്കാൻ നിൽക്കണ്ട, നീ വലിയ പൊളിറ്റിക്സിലൊക്കെ പോകാനുള്ളതല്ലേ, അതുകൊണ്ട് അത് നിനക്ക് തന്നെ ഒരു വിനയായിട്ട് ഇരിക്കും എന്നൊക്കെ അവനോട് പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് നമ്മുടെ സുൻമോനാണെങ്കിൽ യങ്ജുൻ ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു സങ്കടമായിരിക്കും. അങ്ങനെ അവളാണെങ്കിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുമ്പോൾ എന്താ യങ്ജുൻ അങ്ങ് പാസ് ചെയ്ത് നിന്നിട്ട് ഇവളാണെങ്കിൽ അവനെ ഫോളോ ചെയ്യും. അപ്പോൾ ഇവരാണെങ്കിൽ ഫാമിലിയോട് നിന്നിട്ട് ഇങ്ങനെ കോട്ടൊക്കെ നോക്കുന്നത് കണ്ടിട്ട് ഇവൾക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടം കേട്ടോ. യങ്ജുൻ അത്രയ്ക്ക് സന്തോഷമൊക്കെ ഓർത്തിട്ട് അവൾക്ക് വല്ലാത്തൊരു സങ്കടമായിരിക്കും. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിൽ ഈ ഒരു ദാക്യോങ് ഇങ്ങനെ പറയുന്നുണ്ടാകും, നിനക്ക് ആ കോട്ട് ഇഷ്ടപ്പെട്ടതെങ്കിൽ നീ എന്താ എടുക്കാറെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്താ അവൻ നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അപ്പോൾ ദാക്യോങ്ങിന് അത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ലിത്തയും ഇങ്ങനെ പറയുന്നുണ്ടാകും, എടാ ദാക്യോങ് നല്ല രീതിക്ക് നിൻ്റെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, നീ എന്താ അവിടെ നല്ല രീതിക്ക് നിൽക്കാത്തതെന്നൊക്കെ പറയുമ്പോൾ അവൻ ഇങ്ങനെ പറയും, ഞാൻ നല്ല രീതിക്ക് നിന്നാലാണ് എനിക്കിവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, അങ്ങനെയല്ലാതെ നമ്മളൊരു ഫാമിലി അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, പക്ഷേ എനിക്കിതൊരു ഫാമിലി ആയിട്ട് തോന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അവനിക്ക് ഈ ഒരു ഫാമിലിയിൽ നിൽക്കുന്നത് വലിയ ഇഷ്ടമില്ല എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവു ആണെങ്കിൽ ഏറിമിൻ്റെ വീട്ടിൽ വന്നിട്ട് അവളടുത്ത് ഇങ്ങനെ സംസാരിക്കും, എടി ഞാൻ ഇന്ന് യങ്ജുനെ കണ്ടു, അവൻ അവരുടെ ഒപ്പം ഷോപ്പിംഗ് ചെയ്തപ്പോൾ ശരിക്കും ഒരു ഫാമിലി പോലെ ഇട്ടാ തോന്നുന്നത്, അവനിക്ക് എന്തോ എൻ്റെ കൂടെ ഉള്ളതിലും സന്തോഷമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിരുന്നാലും ഞാൻ അതനുസരിച്ചല്ല ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എറിമ പറയും, ശരിയാണ്, അവനനുസരിച്ച് നീ റെസ്പെക്ട് ചെയ്യേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എറിമ പറയും, നീ ഒരു ബ്രേക്ക് ഒക്കെ എടുക്കുന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ശരിയാ ഞാൻ ഇവിടുന്ന് പോകാൻ നോക്കി നിൽക്കണേന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു യങ്ജുനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും, അമ്മയുടെ ഈ ഗോസാനിൽ നിന്ന് പൊക്കോ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. എന്നിട്ട് യങ്ജുനാണെങ്കിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാകും. ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ അമ്മയാണെങ്കിൽ മെസ്സേജ് അയക്കൂട്ടോ, മോനെ കിടക്കണേക്ക് മുന്നേ അമ്മനെ വിളിക്കണേന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ അവൻ ഫോൺ മാറ്റി വെച്ചിട്ട് ഫുഡ് കഴിക്കട്ടോ. ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ ഇവനെ പറ്റി ആലോചിച്ചിട്ട് ഇവൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവനെയാണ് കേട്ടോ. ലിത്തയാണെങ്കിൽ അവിടേക്ക് വരുമ്പോൾ കുറച്ച് ബുക്ക് കാണും കേട്ടോ, ഇങ്ങനെ അബ്രോഡ് പോയി പഠിക്കുന്നതും അങ്ങനത്തെ കുറേ കോളേജിൻ്റെ ഒക്കെ ഇത് കാണും. ആ ഒരു സമയത്ത് തന്നെ അവിടേക്ക് അവൾ വരുമ്പോൾ അവനിങ്ങനെ ചോദിക്കുന്നുണ്ടാകും, നീ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് യങ്ജുനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അവനെ ഞാൻ എൻ്റെ കൺമുമ്പിൽ വെച്ച് വളർത്താമെന്ന് ഓർത്തപ്പോൾ നീ അത് വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനാണ് നിൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ചൂടാകുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ഇങ്ങനെ ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു അച്ഛൻ്റെ അമ്മയുടെ ഇടയിൽ നിൽക്കണേലും നല്ലത് അങ്ങനെ ഒരു നല്ലൊരു എൻവയോൺമെൻറ്റിൽ നിന്ന് പഠിക്കുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവനിക്കാണെങ്കിൽ അതൊക്കെ ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവനിങ്ങനെ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അങ്ങടേക്ക് ആ ഒരു എറിമിൻ്റെ ഹസ്ബൻഡ് വരും. എന്നിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നുണ്ടാകും അവൻ്റെ ആ ഒരു നഷ്ടത്തിനെ പറ്റി. ശരിക്കും കണ്ണുള്ളപ്പോഴല്ലേ കണ്ണിൻ്റെ വില അറിയുള്ളൂ. ആ ഒരു എറിമിൻ്റെ ആ ഒരു വില ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പിന്തിരിഞ്ഞിട്ടില്ല, ഞാൻ എന്തായാലും അവളുടെ ആ ഒരു ഇഷ്ടം പറ്റിയെടുക്കുന്നു തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കൂട്ടോ. എന്നിട്ട് അവനിങ്ങനെ പറയുന്നുണ്ടാകും, എനിക്കറിയാം നിനക്ക് നല്ല കുറ്റബോധം ഉണ്ടെന്നുള്ളൊരു കാര്യം എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, എന്നെ കണ്ട അത് അങ്ങനെ തോന്നുമെന്ന് വയ്ക്കുമ്പോൾ അവൻ പറയും, പിന്നെ നിനക്കെന്ത് സന്തോഷമുണ്ടോ ഈ ഒരു ജീവിതത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അവനിക്കും വല്ലാത്തൊരു സംശയം കേട്ടോ. അപ്പം തന്നെ സുൻമോ മെസ്സേജ് അയക്കും, നിങ്ങൾ പോണേക്ക് മുന്നേ വീട്ടിലേക്ക് വന്ന് കയറി യങ്ജുൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് അത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവളിങ്ങനെ ഡ്രിങ്ക്സ് കുടിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ അവൻ അങ്ങ് വരും. അപ്പോൾ മറ്റേ എറിമിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ലിത്തയോടുത്ത് അവൾ
ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോകണമെന്നുള്ള കാര്യമൊക്കെ പറയും. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ ഇതൊക്കെ എഞ്ചിൻ്റെ സാധനമാണ്, അവന് കുറേ ഒന്നും എടുത്തിട്ടുണ്ടായില്ല എന്ന് പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്തിനാ ഇവിടെ നിന്ന് പോകണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, നിനക്കതല്ലേ ഇഷ്ടം, നിൻ്റെ ആ ഒരു താല്പര്യം അതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ ഒന്നും മിണ്ടില്ല കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കും, എന്ത് വൈൻ കുടിക്കണമെന്ന് വെച്ചിട്ട് അവനങ്ങനെ വൈൻ കുടിക്കും. എന്നിട്ട് അവനിങ്ങനെ പറയുന്നുണ്ടാകും, നീ സത്യം പറ, അന്നൊരു ദിവസം നീ എനിക്ക് ആ ഒരു ക്ഷമ തന്നിരുന്നെങ്കിൽ നമ്മളെപ്പോഴും നല്ല രീതിക്ക് നിൽക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, അതൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും, നിനക്ക് കല്യാണത്തിനെ പറ്റി എന്താ നിൻ്റെ അഭിപ്രായം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ശരിക്കും പറഞ്ഞാൽ കല്യാണം അതെനിക്കൊരു മതിലായിരുന്നു, എല്ലാത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്ന ഒരു സാധനമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു അടിത്തറയായിരുന്നു, പക്ഷെ അതൊക്കെ നിമിഷ നേരം കൊണ്ടല്ലേ പോയെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നതാകും, ശരിക്കും നീ എന്തിനാ എന്നെ അങ്ങോട്ട് വിളിച്ചത്, ഇങ്ങനെ എഞ്ചിൻ്റെ സാധനം വെച്ചിട്ട് നീ എന്നെ വിളിച്ചത് ശരിക്കും ഞാൻ നിൻ്റെ കാലിൻ്റെ കീഴിലാവാൻ വേണ്ടിയിട്ടല്ലേ, നിനക്ക് എൻ്റെ ഇഷ്ടം പറ്റാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയും, നീ എന്ത് പറയുന്നത്, ഇങ്ങനെ ഒന്നും പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും, എനിക്കറിയാം നിനക്ക് കുറ്റബോധമില്ലേ എന്നെ വേണ്ടാന്ന് വെച്ചേലെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെ ഇവനെ തല്ലാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഇവനത് തടുക്കുന്നുണ്ടാകും. അങ്ങനെ അവരാണെങ്കിൽ കിസ് ചെയ്യുന്നുണ്ടാകും കേട്ടോ. ശരിക്കും രണ്ടുപേരുടെയും ഉള്ളിൽ സ്നേഹമുള്ളതുകൊണ്ടാണ് അവർ വീണ്ടും കിസ് ചെയ്തത്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദാക്യോങ് ആണെങ്കിൽ അവനെ വിളിക്കുന്നുണ്ടെങ്കിലും അവനങ്ങ് ഫോൺ എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവനിങ്ങനെ ചോദിക്കുന്നുണ്ടാകും, നമുക്ക് തിരിച്ച് ഒന്നുകൂടി ആയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, വേണ്ട, നീ നിൻ്റെ കല്യാണത്തിന് സംരക്ഷിക്കാൻ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 12 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.